السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിനാൽ പരിശുദ്ധ റമളാനിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. നോമ്പുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. മഹാനായ അൽ ഇമാം അൽ ഹാഫിൾ അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഉംദത്തുൽ അഹ്കാം എന്ന കിതാബിലെ കിതാബു അസ്സിയാമാണ്, അതിലെ ഹദീസുകളാണ് നമ്മൾ വായിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ യാത്രക്കാരുമായി ബന്ധപ്പെട്ട അവരുടെ നോമ്പിൻ്റെ വിധിവിലക്കുകളാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ ആകത്തുക എന്നുള്ളത് ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നോമ്പെടുക്കാം, നോമ്പെടുക്കാതിരിക്കാം. പ്രയാസമുണ്ട് എങ്കിൽ ആ പ്രയാസം സഹിച്ചുകൊണ്ട് നോമ്പെടുക്കണം എന്നില്ല. അതിൽ നന്മയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഒരാൾക്ക് പ്രയാസമില്ല, നോമ്പെടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എടുക്കാവുന്നതാണ്. ഓരോരുത്തരുടെയും ശാരീരിക അവസ്ഥകൾ പരിഗണിച്ചുകൊണ്ടാണ് ആ വിഷയത്തിൽ നമ്മൾ നോമ്പുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നീട് നമ്മൾ മനസ്സിലാക്കിയത് ശഅബാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ അവർ നോമ്പ് ഖളാ വീട്ടൽ ആ മാസമായിരുന്നു. അവർക്ക് നോമ്പ് ഖളാ ഉണ്ടാകുമ്പോൾ അത് വീട്ടാൻ അവർ തിരഞ്ഞെടുത്തിരുന്നത് ശഅബാൻ മാസത്തിലായിരുന്നു. അടുത്തതായി നമുക്ക് വായിക്കാനുള്ള ഹദീസ് عن عائشة رضي الله عنها أن رسول الله صلى الله عليه وسلم قال من مات وعليه صيام صام عنه وليه. ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മൻ മാത, ആരാണോ മരണപ്പെട്ടു പോയത്, വ അലൈഹി സിയാമുൻ, അയാളുടെ മേൽ നോമ്പ് ഖളാ വീട്ടാൻ ബാക്കിയായിരിക്കെ, സ്വാമ അൻഹു വലിയുഹു, അയാൾക്ക് വേണ്ടി, അയാൾക്കു പകരമായി അയാളുടെ ബന്ധുക്കൾ നോമ്പെടുത്ത് വീട്ടേണ്ടതാണ്. ഈ ഹദീസിൽ മരണപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമളാനിലെ നോമ്പ് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നോമ്പ് അയാൾക്ക് ബാക്കിയുണ്ടെങ്കിൽ പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചു, വ അലൈഹി സിയാമുൻ, മരിച്ചുപോയ ഒരാൾക്ക് നോമ്പ് ബാക്കിയുണ്ട് അല്ലെങ്കിൽ നോമ്പുകൾ ബാക്കിയുണ്ട്. സിയാം എന്നത് നക്കിറയായിട്ടാണ് വന്നത്, അഥവാ അലിഫ്ലാം ഇല്ലാതെയാണ് വന്നത്. അങ്ങനെ ഒരു പ്രയോഗം എല്ലാ നോമ്പും എന്ന് കിട്ടും. അത് അറബി ഭാഷയുമായി ബന്ധപ്പെട്ട നിയമമാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ അലൈഹി സിയാമുൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നിർബന്ധമായിട്ടുള്ള എല്ലാ നോമ്പും അതിൽപ്പെടും. അതിൽപ്പെട്ടതാണ്
പരിശുദ്ധ റമളാനിലെ നോമ്പ് ഒരാൾക്ക് നിർബന്ധമാണ്. അതുപോലെ തന്നെ ഒരാൾ നേർന്ന നോമ്പ്. നേർച്ച എന്നാൽ നമുക്കറിയാം, പൊതുവെ നിർബന്ധമില്ലാത്ത ഒരു കാര്യം പ്രത്യേക സാഹചര്യത്തിൽ അയാൾ തൻ്റെ മേൽ നിർബന്ധമാക്കലാണ് നേർച്ച. ഒരാൾ ഞാനിതാ 3 നോമ്പെടുക്കാൻ നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നേർച്ച നേർന്നാൽ അത് അയാളുടെ മേൽ നിർബന്ധമായി. അതിന് മുന്നേ ആ നോമ്പ് നിർബന്ധമാണോ? അല്ല. പക്ഷെ അയാളുടെ നേർച്ചയുടെ നിയത്തോടുകൂടി അയാൾക്കത് നിർബന്ധമാക്കപ്പെട്ടു. അങ്ങനെ ഇരിക്കെ ഒരാൾ മരിച്ചുപോയാൽ അയാളുടെ മേലത് നിർബന്ധമാണ്. സാമ അൻഹു വലിയുഹു. അതുപോലെ തന്നെയാണ് അൽ കഫാറ. ഒരാൾക്ക് കഫാറത്തിന്റെ നോമ്പ് വീട്ടാനുണ്ട്. കഫാറത്തിന്റെ നോമ്പ് പല രൂപത്തിൽ വരും. നമ്മൾ ഈ വായിച്ച ഹദീസുകളിൽ ഒരു കഫാറത്തിന്റെ നോമ്പിനെ പറ്റി പരാമർശം നടത്തിയിട്ടുണ്ട്. ഏതാണത്? ഇത്രയും ഹദീസുകൾ വായിച്ചതിന്റെ കൂട്ടത്തിൽ കഫാറത്തിന്റെ ഒരു നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. റമളാനിന്റെ പകലിൽ ഒരാൾ തന്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അയാൾക്ക് ആദ്യത്തെ കഫാറത്ത് അടിമയെ മോചിപ്പിക്കലാണ്. അതല്ലെങ്കിൽ സാധ്യമല്ലെങ്കിൽ 2 മാസം തുടർച്ചയായി നോമ്പെടുക്കലാണ്. അത് ഒരാളുടെ മേൽ നിർബന്ധമാണ്. ഒരു കഫാറത്തിന്റെ നോമ്പാണ്. അതല്ലെങ്കിൽ ഒരാൾ സത്യം ചെയ്തു, അത് ലംഘിച്ചു, 3 ദിവസം അയാൾ നോമ്പെടുക്കണം. കഫാറത്തിന്റെ നോമ്പ് നിർബന്ധമായി. അങ്ങനെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരാൾക്ക് കഫാറത്തിന്റെ നോമ്പ്, പ്രായശ്ചിത്തത്തിന്റെ നോമ്പ്, കഫാറത്ത് എന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്തം, പ്രായശ്ചിത്തത്തിന്റെ നോമ്പ് ബാക്കി ഉണ്ടായിരിക്കെ ഒരാൾ മരിച്ചുപോയാൽ സാമ അൻഹു വലിയുഹു. അയാൾക്ക് വേണ്ടി അയാളുടെ വലിയ നോമ്പെടുക്കണം. ഈ നോമ്പുകളെല്ലാം ഇതിൽ വരും. ഈ നോമ്പുകളെല്ലാം മൻമാത വഅലൈഹി സിയാമുൻ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രയോഗത്തിൽ ഉൾപ്പെടുന്നതാണ്. വഅലൈഹി എന്ന വാക്ക് വേണമെങ്കിൽ എടുത്താൽ മതി എന്നതല്ല. വഅലൈഹി എന്ന പ്രയോഗം അത് നിർബന്ധത്തെ അറിയിക്കുന്നു. അല എന്ന പ്രയോഗം ഇതുപോലെ നിർബന്ധത്തിന്റെ പ്രയോഗമായി പല സന്ദർഭങ്ങളിലും വന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, സൂറത്തു ആലി ഇമ്രാനിൽ അല്ലാഹു പറഞ്ഞു, വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത്. വലില്ലാഹ് അല്ലാഹുവിന് വേണ്ടി, അലന്നാസി ജനങ്ങളുടെ മേൽ നിർബന്ധമാണ് എന്നാണ് നമ്മൾ അർത്ഥം വെക്കാറുള്ളത്. എന്താണ് ഹിജ്ജുൽ ബൈത്ത്? അല്ലാഹുവിന്റെ ഭവനമായ കഅബയിൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കൽ. സാമ്പത്തികമായും ശാരീരികമായും കഴിവുള്ള ഒരാൾക്ക് അള്ളാഹുവിന്റെ മേൽ അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് നിർവഹിക്കുക എന്നത് നിർബന്ധമാണ്. ഇവിടെ അള്ളാഹു പറഞ്ഞത് അലന്നാസ് എന്നാണ്. അതേ പ്രയോഗമാണ് വഅലൈഹി, വഅല അൽ മയ്യിത്ത്, മയ്യിത്തിന്റെ മേൽ നിർബന്ധമായ നോമ്പുണ്ട്. അപ്പൊ ഈ നോമ്പ് നിർബന്ധമാണ്. സാമ അൻഹു വലിയുഹു, അയാളുടെ വലിയ അയാൾക്ക് വേണ്ടി നോമ്പെടുത്തു വിടണം. വലിയ എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ എന്നാണ് പൊതുവെ അർത്ഥം വെക്കാറുള്ളത്. അഥവാ പണ്ഡിതന്മാർ പറഞ്ഞു, വലിയ എന്ന് പറഞ്ഞാൽ ഈ മരിച്ചുപോയ മയ്യിത്തിന്റെ മീറാസ്, അനന്തര സ്വത്ത് ലഭിക്കുന്നവർ. അത് മകനായിരിക്കാം, മകളായിരിക്കാം, ഭാര്യയായിരിക്കാം, ഇങ്ങനെ ഒരാളുടെ അടുത്ത ബന്ധുക്കൾ, അവരാണ് സ്വാമ അൻഹു വലിയുഹു എന്ന പദത്തിൽ ആദ്യമായി വരിക. അവരാണ് അതിന് ഏറ്റവും അർഹതപ്പെട്ടവരും. എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാളുടെ കുടുംബക്കാരൊന്നും എടുത്തിട്ടില്ല, മകനോ മകളോ ഭാര്യയോ സഹോദരനോ ഉപ്പയോ ഉമ്മയോ ഒന്നും ഇയാൾക്ക് വേണ്ടി, ഇയാൾക്ക് ബാക്കി ഉണ്ടായിരിക്കെ ഇയാൾ മരിച്ചുപോയപ്പോൾ അതിനുശേഷം അവർ എടുത്തു വീട്ടിയിട്ടില്ല എങ്കിൽ അയാളുടെ കൂട്ടുകാർക്ക് എടുത്തുവിടാവുന്നതാണ്. കുടുംബക്കാരന് എടുക്കണം എന്നത് നിർബന്ധം പിടിക്കേണ്ടതില്ല. വലി എന്ന് പറയുമ്പോൾ ഈ രൂപത്തിലും ചെയ്യാവുന്നതാണ്.
അടുത്ത കൂട്ടുകാർ, ഉറ്റ കൂട്ടുകാർ, അങ്ങനെയുള്ള ആളുകൾക്കും എടുത്തുവിടാം. അതിൽ ഏറ്റവും ആദ്യം അടുത്ത ബന്ധുക്കൾക്കാണ് അർഹതയുള്ളത്. അവരാണ് ചെയ്യേണ്ടത്. അവരാണ് അതിന് കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ടവർ. ഇനി അവർ എടുത്തില്ല, അവർക്ക് കഴിയുന്നില്ല, അവർക്ക് മറ്റെന്തെങ്കിലും അസൗകര്യങ്ങളുണ്ട് എങ്കിൽ കൂട്ടുകാർക്ക് എടുത്തു കൊടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സാമ അൻഹു വലിയുഹു. ഇവിടെ അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ലാ അദ്ദേഹം ഒരു അടിക്കുറിപ്പായി മറ്റൊരു അഭിപ്രായം ഈ വിഷയത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒരഭിപ്രായമായി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹത്തിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട ഒരു വാക്ക് അദ്ദേഹം താഴെ കൊടുത്തിരിക്കുന്നു. വഅഖ്റജഹു അബൂ ദാവൂദ്. ഇമാം അബൂ ദാവൂദ് അദ്ദേഹം ഉദ്ധരിച്ചിരിക്കുന്നു. വഖാല, അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം പറഞ്ഞു, ഇത് ഹദീസ് മൻ മാത വഅലൈഹി സിയാമുൻ സാമ അൻഹു വലിയുഹു ഹാദാ ഫിന്നദർ. ഹാദാ ഫിന്നദർ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലൈഹി സിയാമുൻ എന്ന് പറഞ്ഞത് നേർച്ചയുടെ നോമ്പിനെ കുറിച്ചാണ്. നേർച്ചയുടെ നോമ്പിനെ കുറിച്ചാണ്, അതല്ലാതെ റമളാനിലെ നോമ്പിനെ കുറിച്ചല്ല. വഹുവ ഖൗലു അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ്. അത് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലയിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ ഖൗലായിട്ട് വന്നതാണ്. എന്നാൽ ആ ഖൗൽ ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, വഹുവ ഖൗലുൻ മർജൂഹ്. ആ ഖൗല് അത് പ്രബലമായ അഭിപ്രായമല്ല. പ്രബലമായ അഭിപ്രായം എന്നത് വഅലൈഹി സിയാമുൻ എന്ന ആ വാക്കിൽ എല്ലാ നോമ്പും ഉൾക്കൊള്ളും. ഫർദ് നോമ്പാകട്ടെ, നേർച്ചയായ നോമ്പാവട്ടെ, കഫാറത്തിന്റെ നോമ്പാകട്ടെ, എല്ലാ നോമ്പും ഉൾപ്പെടും എന്നുള്ളതാണ്. കാരണം അന്നകിറതു ഫി സിയാഖി അശ്ശർതി തുഫീദുൽ ഉമൂം എന്നതാണ് അറബിയിലെ ആ ഖാഇദ. അപ്പോൾ അസ്സിയാം അല്ലെങ്കിൽ സിയാമു റമളാൻ അങ്ങനെ വല്ലതും ആണ് വന്നത് എങ്കിൽ മാത്രമേ പ്രത്യേകമായി പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ സിയാമു നദർ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലാണ് ഒരു കാര്യത്തെ പ്രത്യേകമാക്കാൻ പാടുള്ളൂ. എന്നാൽ ഇവിടെ വഅലൈഹി സിയാമുൻ എന്ന് മുത്ലഖൻ നിരുപാധികം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് എല്ലാ നിർബന്ധമാക്കപ്പെട്ട നോമ്പും അതിൽ ഉൾക്കൊള്ളും. അപ്പോൾ ഒരാൾക്ക് ഫർദ് നോമ്പ് ബാക്കിയുണ്ട്, അതല്ലെങ്കിൽ നേർച്ചയുടെ നോമ്പ് ബാക്കിയുണ്ട്, കഫാറത്തിന്റെ നോമ്പ് ബാക്കിയുണ്ട്. ഇതൊക്കെ നിർബന്ധമാക്കപ്പെട്ട നോമ്പുകളാണ്. റമളാനിലെ നോമ്പ് എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ്, അതിന്റെ നിബന്ധനകൾ ഒത്താൽ. എന്നാൽ മറ്റേത് രണ്ടും ഓരോ കാരണങ്ങൾ കൊണ്ട് നിർബന്ധമാക്കപ്പെടുന്നതാണ്. നേർച്ച ഒരാൾ നിർബന്ധമില്ലാത്തത് തന്റെ മേൽ നിർബന്ധമാക്കിയതാണ്. കഫാറത്ത് എന്നത് ഒരാൾ ഒരു അബദ്ധം ചെയ്തപ്പോൾ അതിന് പ്രായശ്ചിത്തമായി അയാളുടെ മേൽ നിർബന്ധമാകുന്നതാണ്. വ്യത്യാസമുണ്ട്. എല്ലാം നിർബന്ധമാണ് എന്ന് ചുരുക്കം. ആ നിർബന്ധമാക്കപ്പെട്ട നോമ്പുകളെല്ലാം ഇതിൽ വരും. ഇപ്പൊ നദർ എന്നത് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹത്തിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട ഹാദാ ഫിന്നദർ, ഇത് നേർച്ചയുടെ കാര്യത്തിലാണ് എന്ന വാക്ക് അത് റാജിഹല്ല, പ്രബലമല്ല, മറിച്ചത് മർജൂഹാണ് എന്ന് പറഞ്ഞാൽ അത് പ്രബലമായ അഭിപ്രായമല്ല. അതല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. സവാബ്, അതിലേറ്റവും ശരിയായ അഭിപ്രായം എന്നത് ആമായിട്ടാണ്, പൊതുവായിട്ടാണ് ഈ വാക്ക് വന്നിട്ടുള്ളത്. ഈ വായിച്ച ഹദീസ് മനസ്സിലായില്ലേ? എന്തെങ്കിലും സംശയമുണ്ടോ? മൻ മാത വഅലൈഹി സിയാമുൻ സാമ അൻഹു വലിയുഹു എന്ന ഹദീസിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഒരാൾ നോമ്പുണ്ടായിരിക്കെ, നോമ്പ് കൂടാൻ ബാക്കിയിരിക്കെ മരിച്ചുപോയി, നിർബന്ധമായ ഏതെങ്കിലും നോമ്പ് എടുക്കാൻ ബാക്കിയിരിക്കെ മരിച്ചുപോയാൽ അയാളുടെ വലിയ നോമ്പെടുക്കണം. എന്താണ് ആ വാക്കിന്റെ ഉദ്ദേശമെന്നും ആരാണ് വലിയെന്നും മനസ്സിലായില്ലേ? നോമ്പെടുക്കണം. സ്വാമ അൻഹു വലിയുഹു, അദ്ദേഹത്തിന്റെ വലിയ. വഅലൈഹി സിയാം എന്ന് പറഞ്ഞല്ലേ, ഇയാളുടെ മേൽ നിർബന്ധമായതാണ്. അപ്പൊ സ്വാമ അൻഹു വലിയുഹു അടുത്ത ഹദീസ് അത് ഉറപ്പിക്കുന്നതാണ്. ഇയാളുടെ മേൽ നിർബന്ധമാണെങ്കിൽ അയാളുടെ പേരും നിർബന്ധമാവും, വലിയകളുടെ പേരും നിർബന്ധമാവും. അങ്ങനെ അടുത്ത ഹദീസ് അത് കൂടുതൽ വ്യക്തമാവും. അടുത്ത ഹദീസ് عن عبد الله بن عباس رضي الله عنهما قال عبد الله بن عباس رضي الله عنهما അദ്ദേഹം പറഞ്ഞു
جاء رجل إلى النبي صلى الله عليه وسلم فقال ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു എന്നിട്ട് പറഞ്ഞു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ ഇന്ന ഉമ്മി മാതത് വഅലൈഹാ സൗമു ശഹ്റിൻ എൻ്റെ ഉമ്മ മരിച്ചുപോയി വഅലൈഹാ സൗമു ശഹ്ർ അവർക്കൊരു മാസത്തെ നോമ്പ് എടുത്തു വിടാൻ ബാക്കിയുണ്ടായിരുന്നു അഫ അഖ്ദീഹി അൻഹാ എൻ്റെ ഉമ്മക്ക് വേണ്ടി ഞാനത് എടുത്തു വിടണോ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലൗ കാന അലാ ഉമ്മിക ദൈനുൻ അകുൻത ഖാദിയഹു അൻഹാ നിന്റെ ഉമ്മാക്ക് വല്ല കടബാധ്യതയും ഉണ്ടായിരുന്നുവെങ്കിൽ നീ അത് വീട്ടുമോ ഖാല അദ്ദേഹം പറഞ്ഞു നഅം അതെ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫദൈനുല്ലാഹി അഹഖു അൻ യുഖ്ലാ അല്ലാഹുവുമായി ബന്ധപ്പെട്ട കടം അതാണ് വീട്ടാൻ ഏറ്റവും അർഹതപ്പെട്ടത്. ഇപ്പോൾ നേരത്തെ വായിച്ച ഹദീസിന്റെ അതിനെ ഊട്ടിയുറപ്പിക്കുന്ന ഹദീസാണ്. നിർബന്ധമാണ് എന്ന പ്രയോഗം ഇതിലുണ്ട്. സാധാരണ ഒരാൾക്ക് സാമ്പത്തികമായ ഒരു ഇടപാടുണ്ടെങ്കിൽ വലിയ കൊടുത്തു വിടണം, അല്ലെങ്കിൽ അയാൾ പൊരുത്തപ്പെട്ടു കൊടുക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവുമായുള്ള ബാധ്യതയാണ് ഏറ്റവും വീട്ടാൻ അർഹതപ്പെട്ടത്. അഹഖ്. വഫി റിവായ മറ്റൊരു റിവായത്തിൽ കാണാം ജാഅത് ഇംറഅത്തുൻ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാലത് ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് അവർ ചോദിച്ചു, അല്ലെങ്കിൽ അവർ പറഞ്ഞു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ ഇന്ന ഉമ്മി മാതത് വഅലൈഹാ സൗമു നദ്രിൻ എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി, അവർക്ക് നേർച്ചയായ നോമ്പ് എടുത്തുവിടാൻ ബാക്കിയുണ്ടായിരുന്നു. അഫ അസൂമു അൻഹ അവർക്ക് വേണ്ടി ഞാനത് എടുത്തുവിടണോ? ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അറഅയ്തി ലൗ കാന അലാ ഉമ്മികി ദൈനുൻ ഫഖളൈതിഹി നിന്റെ ഉമ്മാക്ക് സാമ്പത്തികമായ കടബാധ്യതയുണ്ടെങ്കിൽ അകാന ദാലിക യുഅദ്ദി ദാലിക അൻഹ അത് വീടുന്ന കാര്യത്തിൽ, അത് കൊടുത്തു വീട്ടുന്ന കാര്യത്തിൽ നിന്റെ അഭിപ്രായം എന്താണ്? കൊടുത്തു വീട്ടണ്ടേ എന്ന അർത്ഥത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. അവർ പറഞ്ഞു നഅം കൊടുത്തു വീട്ടണം. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫസൂമി അൻ ഉമ്മികി അങ്ങനെയാണെങ്കിൽ നീ നിന്റെ ഉമ്മാക്ക് വേണ്ടി എത്രയാണോ ആ നേർച്ചയാക്കപ്പെട്ട നോമ്പുള്ളത് അത് എടുത്തു വീട്ടുക. അവിടെ കൽപ്പനയാണ്. ഫസൂമി നോമ്പെടുക്കണം. അവിടെ ഇസ്തിതാഅത്ത് പറഞ്ഞില്ല, സാധിക്കുകയാണെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞില്ല. അത് വുജൂബാണ്, എടുത്തു വീട്ടണം. അത് വസിയത്തിന്റെ കൂട്ടത്തിൽ എഴുതി വെക്കണം. എടുത്തു വിടാൻ ബാക്കിയുണ്ടെങ്കിൽ അയാൾ ആരോടെങ്കിലും പറയണം, ഓർമ്മപ്പെടുത്തിയാൽ നന്നായി. ഇതുപോലെ സാന്ദർഭികമായി സൂചിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ, എടുത്തുവിടാൻ ബാക്കിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ നിർബന്ധമാക്കപ്പെട്ട ഏതെങ്കിലും നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ അടുത്ത ആരോടെങ്കിലും നമ്മൾ പറയണം. കാരണം അതിൻ്റെ ഇടയിൽ മരിച്ചുപോയാൽ നമുക്ക് വേണ്ടി അവർ എടുത്തുവിടണം. അത് അള്ളാഹുവുമായി ഉള്ള നമ്മുടെ ബാധ്യതയാണ്. ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ രണ്ടാളുകൾ വന്നിട്ടുണ്ട്. രണ്ട് റിവായത്തുണ്ട്. ആദ്യത്തതിൽ ഒരു പുരുഷൻ ഒരാൾ വന്നു. അദ്ദേഹം വന്നിട്ട് ഒരു മാസത്തെ നോമ്പ് എന്നാണ് പറഞ്ഞത്. ഒരു മാസത്തെ നോമ്പ്. ഒരു മാസത്തെ നോമ്പ് റമദാനിലായിരിക്കാം, അല്ലെങ്കിൽ നേർച്ചയുള്ളതായിരിക്കാം, ഏതോ ആയിരിക്കാം. രണ്ടാമത്തെ റിവായത്തിൽ വ്യക്തമായി വന്നു എൻ്റെ ഉമ്മാക്ക് നേർച്ചയാക്കപ്പെട്ട നോമ്പാണുള്ളത്. ഈ രണ്ട് റിവായത്തുകളും നമ്മൾ ആദ്യം വായിച്ച ഹദീസിനെ കൂടുതൽ ബലപ്പെടുത്തുന്നു. അഥവാ മൻമാത വഅലൈഹി സിയാമുൻ ഒരാൾ മരിച്ചു, അയാൾക്ക് എടുത്തുവിടാൻ നോമ്പുകൾ ബാക്കിയുണ്ട്. ഈ റിവായത്തിൽ ഈ രണ്ട് ഹദീസുകളിൽ വന്നതുപോലെ ഏത് നോമ്പും ആവാം. അതുകൊണ്ടാണ് നദിറിന്റെ നോമ്പ് മാത്രമാണ് എന്ന് പറയാൻ വകുപ്പില്ല എന്ന് പറഞ്ഞത്. ഏതായിരുന്നാലും ഒരു മാസത്തെ നോമ്പ് ഉണ്ടായിരിക്കെ മരണപ്പെട്ടു പോയി. രണ്ട് റിവായത്തിലും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാൾക്കും കൊടുത്ത മറുപടി ഒരുപോലെ തന്നെയാണ്.
മരണപ്പെട്ട ഉമ്മാക്ക് സാമ്പത്തികമായി കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എടുത്തുകൂടുമോ, അത് നിങ്ങൾ കൊടുത്തുകൂടുമോ? രണ്ടുപേരും അതേ കൊടുത്തുകൂടും എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാളോട് പറഞ്ഞു ഫദൈനുല്ലാഹി അഹഖു അൻ യുഖ്ലാ, അള്ളാഹുവുമായുള്ള ബാധ്യതയാണ് അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള കടബാധ്യതയാണ് വീട്ടാൻ ഏറ്റവും അർഹതപ്പെട്ടത്. രണ്ടാമത്തെ റിവായത്തിൽ ഫസൂമി എന്ന് പറഞ്ഞു, നീ നോമ്പെടുത്ത് വീട്ടുക എന്ന് പറഞ്ഞു. ഈ ഹദീസിൽ പണ്ഡിതന്മാർ പറഞ്ഞു ഖിയാസിനുള്ള തെളിവുണ്ട്. ഈ ഹദീസിൽ ഖിയാസിനുള്ള തെളിവുണ്ട്. അള്ളാഹുവിൻ്റെ ദീനിൽ പ്രമാണങ്ങളായി ഖുർആൻ, സുന്നത്ത്, ഇജ്മാഅ്, ഖിയാസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഖിയാസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വന്നു, ആ കാര്യത്തെ മറ്റൊരു കാര്യത്തോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് വിധി പറയുന്നതിനാണ് ഖിയാസ് എന്ന് പറയുക. ഇവിടെ ഖിയാസിനുള്ള തെളിവുണ്ട്. എവിടെയുള്ളത്? എന്താണ് ഇവിടെ ഖിയാസാക്കിയത്? ആരാ പറയാ? കടം കൊടുത്തുകൂടുമെങ്കിൽ നോമ്പ് എടുത്തുകൂടണം. ശൻതും ഇങ്ങനെയാണ് ഖിയാസ് തെളിവായി പിടിക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടം എന്ന കാര്യം അതിനെ ഇവിടെ ഖിയാസാക്കിക്കൊണ്ടാണ് ഉത്തരം പറഞ്ഞു കൊടുത്തത്. ഇത് ഖിയാസ് സ്ഥിരപ്പെടുത്തുന്ന ഒരു തെളിവാണ്. ഖിയാസ് എന്ന ഒരു കാര്യം ദീനിലുണ്ട്, ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഒരേ വിഷയം, ഒരേ കാര്യം, കടബാധ്യത എന്നത് കൊടുത്തു വീട്ടണം, നിർബന്ധമാണ്. അതേപോലെ തന്നെയാണ് അള്ളാഹുവിനോടുള്ള ബാധ്യത, അത് ചെയ്തു വീട്ടണം. അങ്ങനെ പണ്ഡിതന്മാർ ഒരു ഫായിദ ഈ ഹദീസിൽ നിന്നും പറഞ്ഞതായി കാണാം. അവിടെ സഹോദരങ്ങളെ ഒരു മസ്അലയുണ്ട്. ഒരു മുസ്ലിമായ മനുഷ്യൻ, അയാൾ റമദാനിൽ രോഗിയായത് കാരണത്താൽ നോമ്പെടുത്തില്ല. ഇയാളുടെ രോഗമാകട്ടെ റമദാനിന് ശേഷം ശിഫ ആയിട്ടുമില്ല. റമദാനിന് ശേഷവും ഇദ്ദേഹത്തിൻ്റെ രോഗം തുടർന്നുപോയി. അങ്ങനെ ആയിരിക്കെ അയാൾ മരിച്ചുപോയി. പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ഒരു അവസ്ഥയാണെങ്കിൽ അയാൾക്ക് വേണ്ടി നോമ്പെടുത്ത് വീട്ടേണ്ടതില്ല. മനസ്സിലായോ? ഒരാൾ റമദാനിൽ നോമ്പെടുക്കാൻ സാധിക്കാതെ രോഗിയായി, റമദാൻ മുഴുവനും അയാളുടെ രോഗിയാണ്. റമദാൻ കഴിഞ്ഞിട്ടും അയാളുടെ രോഗം ശിഫയായില്ല. അങ്ങനെ ഇരിക്കെ അദ്ദേഹം മരിച്ചുപോയി. എങ്കിൽ അയാളുടെ വലിയ അയാൾക്ക് വേണ്ടി നോമ്പെടുത്ത് വീട്ടേണ്ടതില്ല. എന്തുകൊണ്ടെടുത്ത് വീട്ടേണ്ടതില്ല? വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യം അറിയുന്ന ആളുകൾക്ക് ഇത് പറയാം. ഇതിൻ്റെ അടിസ്ഥാനം, നോമ്പിൻ്റെ അടിസ്ഥാനം അറിയുന്ന ആർക്കും ഈ ഉത്തരം പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇവിടെ ഈ വ്യക്തിയുടെ വലിയ നോമ്പെടുക്കേണ്ടതില്ല എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്? എന്തുകൊണ്ടാ പറഞ്ഞേ? അല്ല, പറക്കല്ലോ. എന്തുകൊണ്ടായിരിക്കും? പറഞ്ഞോ. നോമ്പിന് ശേഷം ഖളാ വീട്ടാൻ അദ്ദേഹത്തിന് സമയം കിട്ടിയില്ല. മനസ്സിലായോ? റമദാൻ കഴിഞ്ഞിട്ടും രോഗത്തിൽ തന്നെ അയാൾ തുടർന്നിട്ടുണ്ട്. അയാൾക്ക് ഖളാ വീട്ടാനുള്ള അവസരം കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം മരിച്ചുപോയത്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇളവുണ്ടായിരിക്കേ മരിച്ചുപോയി. അയാളുടെ മേൽ ബാധ്യതയായിട്ടൊന്നും അവശേഷിക്കുന്നില്ല. രണ്ടാമത്തെ ഒരു രൂപം, ഒരാൾ റമദാനിലുടനീളം രോഗിയായി, അല്ലെങ്കിൽ റമദാനിൽ കുറച്ചു ദിവസം രോഗിയായി നോമ്പ് വിട്ടു. റമദാൻ കഴിഞ്ഞപ്പോൾ അയാൾക്ക് രോഗം ശിഫയായി, അയാളുടെ രോഗം ശിഫയായി. അയാൾക്ക് ഈ നോമ്പെടുത്ത് വീട്ടാനുള്ള ദിവസങ്ങൾ ആരോഗ്യപരമായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ അയാൾ മരിച്ചുപോയി. സ്വാമ അൻഹു വലിയുഹു, അയാളുടെ വലിയ അയാൾക്ക് വേണ്ടി നോമ്പെടുത്ത് വിടണം. എന്തുകൊണ്ട്? ഇദ്ദേഹത്തിൻ്റെ രോഗം ശിഫയായത് മുതൽ ഇദ്ദേഹം അതെടുത്തു വീട്ടാൻ ബാധ്യസ്ഥനായി. കാരണം ആരോഗ്യമുണ്ട്, നാട്ടിലാണ്,
യാത്രയിലല്ല, മറ്റു പ്രയാസങ്ങളില്ല, രോഗങ്ങളില്ല എങ്കിൽ അയാൾക്ക് നോമ്പെടുത്തുകൂടൽ നിർബന്ധമാണ്. പക്ഷെ അയാൾ പിന്തിച്ചു, പിന്നെയും രോഗിയായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അങ്ങനെ മരിച്ചുപോയി എങ്കിൽ മൻമാത വഅലൈഹി സിയാമുൻ സാമ അൻഹു വലിയുഹു എന്ന ഹദീസ് അയാൾക്ക് ബാധകമാകും. അയാളുടെ വലിയ അയാൾക്ക് വേണ്ടി നോമ്പെടുത്തു കൂടണം. 1 മാസത്തെ നോമ്പുണ്ടോ, ഒരെടുത്തു കൂടണം. എത്രയാണോ ദിവസങ്ങൾ ആ നോമ്പുകൾ എടുത്തുകൂടണം. ഇത് ആ വിഷയത്തിലുള്ള 2 രൂപങ്ങളാണ്. അടുത്തതായി അദ്ദേഹം പറഞ്ഞു, അൻ സഹ്ൽ ബിൻ സഅദ് അസ്സാഇദി റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ യസാലു الناس بخير ما عجلوا الفطر. മഹാനായ സഹ്ൽ ബിൻ സഅദ് അസ്സാഇദി റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്യുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു الناس بخير, ജനങ്ങൾ നന്മയിൽ ആയിക്കൊണ്ടേയിരിക്കും. മാ അജ്ജലുൽ ഫിത്ര, അവർ നോമ്പ് തുറയിൽ ധൃതി കാണിക്കുന്നത് വരേക്കും. നോമ്പ് തുറയുടെ കാര്യത്തിൽ ധൃതി കാണിക്കുന്നത് വരേക്കും ജനങ്ങൾ ഖൈറിലായിരിക്കും, നന്മയിലായിരിക്കും. എന്താണ് സഹോദരങ്ങളെ ഈ ഹദീസിന്റെ അർത്ഥം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഅജീലുൽ ഫിത്ർ പറഞ്ഞു, നോമ്പ് തുറ വേഗത്തിലാക്കാൻ. അഥവാ വേഗത്തിലാക്കാന്ന് പറഞ്ഞാൽ സമയമാകുന്നതിന് മുന്നേ തിരക്കൂട്ടി തിന്നാനല്ല, സമയമായാൽ. അടുത്ത ഹദീസ് അതാണ് അറിയിക്കുന്നത്, ഇദാ അഖ്ബല അൽ-ലൈലു മിൻ ഹാഹുന വഅദ്ബറ അൻ-നഹാറു മിൻ ഹാഹുന ഫഖദ് അഫ്തറ as-സായിം. രാത്രി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ, പകൽ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ നോമ്പുകാരൻ നോമ്പ് മുറിച്ചിരിക്കുന്നു. ഇപ്പൊ സമയമായി കഴിഞ്ഞാൽ നോമ്പ് മുറിക്കാൻ തിടുക്കം കൂട്ടണം. അങ്ങനെ ആവുന്ന കാലത്തോളം ജനങ്ങൾ ഖൈറിലായിരിക്കും. മറ്റൊരു റിവായത്ത് കാണാം, ഈ കിതാബിലില്ല, മറ്റൊരു ഹദീസ് വന്നിട്ടുണ്ട് ഇങ്ങനെ, ലാ യസാലു ദീനു ബാഹിറൻ മാ അജ്ജല നാസുൽ ഫിത്ര. അല്ലാഹുവിന്റെ ദീൻ എപ്പോഴും വിജയത്തിലായിരിക്കും. ദീൻ എപ്പോഴും ഉയർന്ന അവസ്ഥയിലായിരിക്കും, വിജയിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ ആയിരിക്കും. ജനങ്ങൾ നോമ്പ് തുറ ധൃതി കൂട്ടുന്ന കാലത്തോളം. ലിഅന്നൽ യഹൂദ വന്നസാറ യുഅഖിറൂൻ, കാരണം യഹൂദികളും നസാറാക്കളും നോമ്പ് തുറ സമയമായാലും വൈകിപ്പിക്കുന്നവരാണ്. ഇത് സഹോദരങ്ങളെ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൽ മനഃപൂർവം നോമ്പ് തുറ വൈകിപ്പിക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള സമസ്തക്കാർ. അവരുടെ കലണ്ടറുകൾ പോയി നോക്കിയാൽ നമുക്ക് കാണാം, അല്ലെങ്കിൽ പള്ളിയിൽ എഴുതി വെക്കപ്പെട്ട സമയം പോയി നോക്കിയാൽ നമുക്ക് കാണാം. അതായത് ബാങ്ക് കൊടുക്കേണ്ട സമയങ്ങൾ മുഴുവനും അവിടെ ഉണ്ടാവും. അപ്പം അതിൽ പ്രത്യേകമായി റമളാനിൻ്റെ അടുത്തെത്തുമ്പോൾ സുബ്ഹി നേരത്തെ ആക്കുകയും മഗ്രിബ് ഒരൽപ്പം പിന്തിപ്പിക്കുകയും ചെയ്യും എന്ന് അവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അത് സൂക്ഷ്മതയുടെ ഭാഗമാണ് എന്നാണ് അവരുടെ വാദം. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇല്ലാത്ത സൂക്ഷ്മത കാണിക്കുന്ന ആളുകൾ യഹൂദികളും നസാറാക്കളുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, ലിഅന്നൽ യഹൂദ വന്നസാറ യുഅഖിറൂൻ, യഹൂദ നസാറാക്കളാണ് നോമ്പ് തുറ പിന്തിപ്പിക്കുന്ന ആളുകൾ. ഇന്നും ഇതിന്റെ ആളുകൾ റാഫിളുകളാണ്, ഷിയാക്കളിൽപ്പെട്ട റാഫിളുകൾ, കടുത്ത ഷിയാക്കൾ, അവരാണ് ഇതിന്റെ ആളുകൾ. അപ്പൊ ആ ഒരു പാരമ്പര്യം പൊതുവെ അഖീദയിലും മറ്റു വിശ്വാസ കർമ്മ ആചാരങ്ങളിലും ഒക്കെ ഷിയായിസം കടന്നു വന്ന ആളുകളുടെ കാര്യത്തിൽ പിന്നെ ഇത് വരാതിരിക്കുമോ എന്നതൊരു ചോദ്യചിഹ്നമാണ്. മറ്റെല്ലാം കടന്നു വന്നിട്ടുണ്ട്, ഇതും ആ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നോമ്പ് തുറയുടെ സമയമായാൽ, അതായത് ബാങ്ക് വിളിക്കാൻ സമയമായാൽ, സൂര്യൻ അസ്തമിച്ചാൽ അപ്പം നോമ്പ് കുറിക്കണം.
ലാ യസാലു നാസു ബിഖൈർ, ജനങ്ങൾ നന്മയിലായിരിക്കും എന്നാണ്. ജനങ്ങൾ നന്മയിലായിരിക്കാൻ നോമ്പുതുറ ധൃതി കൂട്ടുകയാണ് വേണ്ടത്. വേറെ ചില റിവായത്തിൽ വഅഖറു സഹൂർ, അത്താഴം പിന്തിപ്പിക്കുകയും ചെയ്താൽ ജനങ്ങൾ നന്മയിലായിരിക്കും എന്നും വന്നിട്ടുണ്ട്. അത്താഴവുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നേ പഠിച്ചതാണ്. അത്താഴം പരമാവധി പിന്തിപ്പിക്കണം എന്നതാണ് സുന്നത്ത്. അതേപോലെ തന്നെ നോമ്പുതുറ ആ കൃത്യസമയത്ത് നോമ്പ് ഓർക്കണം. നമുക്ക് സാധാരണ പള്ളികളിൽ ബാങ്ക് വിളിക്കൽ സമയമായാലും അല്ലെ, മുജാഹിദ് പള്ളിയിൽ നിന്ന് സലഫി മസ്ജിദിൽ നിന്ന് ബാങ്ക് വിളിച്ചിട്ട് 3 മിനിറ്റ് കഴിഞ്ഞാൽ അപ്പുറത്ത് ബാങ്ക് വിളിക്കോളും. 3 മിനിറ്റൊക്കെ കഴിയും. അതേപോലെ തന്നെയാണ് അത്താഴത്തിന്റെ സമയത്ത് 7 മിനിറ്റ് മുമ്പ് സുബഹി ബാങ്ക് കൊടുക്കും. 7-8 മിനിറ്റ് മുമ്പ് സുബഹി ബാങ്ക് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ 5 മിനിറ്റ് ആയിരിക്കും. വല്ലാതെ പ്രശ്നമൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഒരു 4-5 മിനിറ്റ്. അത് തിരിയൂല, മനസ്സിലാവില്ല. ഇവർ ബാങ്ക് കൊടുത്ത് ഏതാണ്ട് അവസാനമാകുമ്പോൾ അപ്പുറത്തും തുടങ്ങും. അങ്ങനെയുള്ള ചില സ്ഥലങ്ങളുണ്ട്. മഗ്രിബും ഇതേപോലെ തന്നെയാണ്. പരമാവധി 3 മിനിറ്റാണ്. 3-4 മിനിറ്റൊക്കെ ചിലപ്പോൾ കഴിയും. ചില സ്ഥലങ്ങളിൽ ഒരു 2 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ബാങ്ക് കൊടുക്കും. ഇത് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഗുരുതരമായ തെറ്റാണ്. ദീനിന്റെ വിജയം അതിലൊരു കാരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാ അജ്ജല നാസുൽ ഫിത്ര, ജനങ്ങൾ ഈ കാര്യത്തിൽ ധൃതി കൂട്ടിയാൽ, അതുപോലെ തന്നെ ജനങ്ങൾ നന്മയിലായിരിക്കാൻ, ഖൈർ ബാക്കിയാവാൻ, ഉമ്മത്തിന് ജനങ്ങൾക്ക് നന്മ ബാക്കിയാവാൻ അവരിതാണ് ചെയ്യേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച കൂട്ടത്തിൽ ഇത് അതിൽപ്പെട്ടതാണ്. ഇപ്പൊ യഹൂദ നസാറാക്കളുടെ പാരമ്പര്യം, അതല്ലെങ്കിൽ ആധുനിക കാലത്തെ റാഫിദുകളുടെ പാരമ്പര്യം, അത് പിൻപറ്റിക്കൊണ്ടാണ് ഇത് പിന്തിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കൂ, ബാങ്കിന്റെ കാര്യത്തിലുള്ള 3 മിനിറ്റിന്റെ സൂക്ഷ്മത തൗഹീദിന്റെ കാര്യത്തിൽ ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ 1 മിനിറ്റ് കാണിച്ചാൽ മതി. അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരൊറ്റ മിനിറ്റ് മതി. ആ ആയത്തും ഹദീസൊക്കെ ഒന്ന് നോക്കി അത് ഉൾക്കൊള്ളാൻ. അതിലൊന്നും ഒരു സൂക്ഷ്മതയില്ല. പിന്നെയോ ഈ കാര്യത്തിൽ സൂക്ഷ്മത. 3 മിനിറ്റ് ഇങ്ങോട്ട്, 7 മിനിറ്റ് അങ്ങോട്ട്. ഞാൻ പറയുന്ന വെറുതെ അല്ല, ഇത് പരിശോധിച്ച് നോക്കാം. സംശയം ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള മസ്ജിദുകളിൽ കയറി നോക്കിയാൽ മതി. അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും റമദാനിൽ ഇങ്ങനായിരിക്കും എന്ന് അതിൽ കാണാം. അത് വെറുതെ പറയുന്നല്ല. അത് സഹോദരങ്ങൾ, ഇത് തെറ്റാണ്, പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, അടുത്ത് തൗഹീദുള്ള മസ്ജിദുകളില്ലെങ്കിൽ ഈ ജാതി ആളുകളുടെ ബാങ്ക് കേൾക്കുന്നത് വരെ ചിലപ്പോൾ ആളുകൾ കാത്തിരിക്കരുത്. നമ്മൾ സമയം നോക്കി വെക്കുക. എല്ലാ ദിവസവും സമയം നോക്കി വെക്കുക. സമയം മാറിക്കൊണ്ടേയിരിക്കും. സമയം നോക്കി വെച്ച് സമയമായാൽ, സൂര്യൻ അസ്തമിച്ചു എന്ന് ഉറപ്പായാൽ നോമ്പ് മുറിക്കണം. അതേപോലെ തന്നെയാണ് സുബഹിയുടെ കാര്യത്തിലും. 7 മിനിറ്റ് മുന്നേ ബാങ്ക് വിളിച്ചു വെക്കും. ചില ഉമ്മമാർ അവർ നേരത്തെ നിസ്കാര കുപ്പായൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ടാവും. ഈ ഡ്യൂപ്ലിക്കേറ്റ് ബാങ്ക് കേട്ടാൽ അപ്പം നിസ്കരിക്കും. നിസ്കാരം പോയില്ലേ? വക്താകുന്നതിനും നിസ്കരിക്കാൻ പാടുണ്ടോ? നിസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ടതാണ് എന്ത്? ദുഖൂലുൽ വക്ത്, സമയമാവണം. എത്രയോ സാധുക്കളുടെ നിസ്കാരം വസാദായി പോവും. അതിൽ തൗഹീദുള്ള ആളും ഇല്ലാത്ത ആളൊക്കെ ഉണ്ടാവും. എല്ലാം ബാങ്ക് തന്നെയല്ലേ എന്ന് ചില ആളുകൾ വിചാരിക്കും. എല്ലാം ബാങ്ക് തന്നെ, പക്ഷെ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. വെറുതെ തോന്നിയ പോലെ കൊടുത്താൽ കാര്യമില്ലല്ലോ. സമയം നമ്മളെപ്പോഴും വീട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണം, നമ്മൾ നോക്കി വെക്കണം. അങ്ങനെ ആ സമയം കൃത്യമായിരിക്കണം. ദുഖൂലുൽ വക്ത് എന്നത് നിസ്കാരത്തിന്റെ ഷർത്താണ്. അപ്പൊ സമയമാവുന്നതിന് മുന്നേ നിസ്കരിക്കാൻ പാടില്ല. ഇപ്പൊ സുബഹിയുടെ കാര്യത്തിൽ അത് സംഭവിച്ചു പോകും. മഗ്രിബിന്റെ കാര്യത്തിലോ സമയമായാലും ഇങ്ങനെ കാരക്കി പിടിച്ച് നിൽക്കുന്നുണ്ടാവും. ഇപ്പൊ കൊടുക്കും. ബാക്കിയുള്ള ആൾക്കാർ നോമ്പ് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. സഹോദരങ്ങളെ, അത് തെറ്റാണ്, അത് പാടില്ല, ശ്രദ്ധിക്കണം. ഇനി വേറെ ചില സന്ദർഭത്തിൽ നമ്മൾ ആൾക്കാരെന്നെ എന്താക്കും, ചിലപ്പോൾ നോമ്പ് തുറ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കൊടുക്കുന്ന തിരക്കിലായിരിക്കും. സകലാളെ നോമ്പ് മുറിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും, മുറിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. ഇയാൾ നോമ്പ് മുറിച്ചിട്ടുണ്ടാവില്ല. പാടില്ല. ബാങ്ക് വിളിച്ചാൽ അപ്പം തന്നെ നോമ്പ് മുറിക്കണം. ബാങ്ക് വിളിക്കാൻ റെഡിയായി നിൽക്കുന്ന മുഅദ്ദിൻ പോലും നോമ്പ് മുറിച്ചിട്ടാണ് ബാങ്ക് വിളിക്കുന്നത്. അപ്പം നോമ്പ് തുറ സംഘടിപ്പിച്ചിട്ട് നോമ്പ് മുറിക്കാതിരിക്കരുത്. അങ്ങനെ ഒരുപാട് ആളുകളെ കാണാം. അവർക്ക് ഇങ്ങനെ നടക്കുന്നുണ്ടാവും. ഇല്ല, വേഗം അവിടെ നിർത്ത, 1 മിനിറ്റ് നിർത്ത്, വേഗം തിന്ന, നോമ്പ് മുറിച്ചേക്ക. തിരക്കൂട്ടണം. അതാണ് തിരക്കൂട്ട എന്ന് പറഞ്ഞാൽ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ അജ്ജലുൽ ഫിത്ര എന്ന് പറഞ്ഞാൽ.
അതാണ് ധൃതി കൂട്ടൽ. സമയമായാൽ പിന്നെ നോക്കി നിൽക്കലില്ല. സ്ത്രീകൾ പ്രത്യേകിച്ച് ഉമ്മമാർ, സഹോദരിമാർ ശ്രദ്ധിക്കണം. അവർ വലിയ തിരക്കിലായിരിക്കും, അവർക്കില്ലാത്ത തിരക്കുണ്ടാവുകയില്ല, പ്രത്യേകിച്ച് റമദാനിൽ. അപ്പം ആ സമയത്ത് അവർ കൊടുക്കുന്നതും വാങ്ങുന്നതും തിരക്കിലായിരിക്കും. ആ സമയത്ത് നിർത്തണം, അവിടെ നിർത്തി നോമ്പ് മുറിച്ചതിന് ശേഷം തുടരുക. അങ്ങനെയാണ് വേണ്ടത്. എല്ലാവരും ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ യസാലു നാസു ബിഖൈർ? നന്മകൾ ബാക്കിയുണ്ടാകും. നമ്മൾ ഈ നന്മകൾ അവശേഷിക്കാൻ, നമ്മൾ നന്മയിലായിത്തീരാൻ ഇത്തരം കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ്, ലാ യസാലു ദീനു ളാഹിറൻ. നമ്മുടെ ദീൻ, പരിശുദ്ധ ഇസ്ലാം, അത് വിജയിച്ചുകൊണ്ടേയിരിക്കും, വിജയത്തിലായിരിക്കും. പരാജയം, നിന്ദ്യത, അപമാനം ഉണ്ടാവുകയില്ല. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നമുക്ക് ഖൈറും ബറക്കത്തുമാണ് നൽകുക. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ ഹദീസിന്റെ അർത്ഥം സമയമായാൽ തിരക്ക് കൂട്ടണം എന്നുള്ളതാണ്. സമയമായാൽ വേഗം നോമ്പ് മുറിക്കണം. അടുത്ത ഹദീസ് عن عمر بن الخطاب رضي الله عنه قال മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇദാ അഖ്ബല അൽ-ലൈലു മിൻ ഹാഹുനാ വഅദ്ബറ അൻ-നഹാറു മിൻ ഹാഹുനാ ഫഖദ് അഫ്തറ الصائم. ചില റിവായത്തിൽ വഗറബതി ശംസു, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഫഖദ് അഫ്തറ الصائم, നോമ്പുകാരൻ നോമ്പ് മുറിച്ചിരിക്കുന്നു. ഇദാ അഖ്ബല അൽ-ലൈലു മിൻ ഹാഹുനാ എന്ന് പറഞ്ഞാൽ രാത്രി അവിടെ നിന്ന് വന്നാൽ, വഅദ്ബറ അൻ-നഹാറു മിൻ ഹാഹുനാ, പകൽ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ, പകൽ എവിടത്തേക്കാ പോവാ? കിഴക്കുന്ന് വന്നിട്ട് ഏത് ഭാഗത്തേക്കാ പോവാ? പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് പോവാ. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഫഖദ് അഫ്തറ الصائم, നോമ്പുകാരൻ നോമ്പ് മുറിച്ചിരിക്കുന്നു. അത് മനസ്സിലാവും. പകല് ഇങ്ങനെ പോയി 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 അല്ലേ, അവസാനം അവസ്ഥകൾ മാറുമല്ലോ. ഇപ്പൊ രാത്രി അവിടുന്ന് വന്നാൽ, പകൽ ഇവിടുന്ന് പോയാൽ, വഗറബത്തി ശംസ്, സൂര്യൻ അസ്തമിച്ചാൽ, വെളിച്ചുണ്ടാവും പക്ഷെ സൂര്യനെ കാണൂല. വെളിച്ചുണ്ടാവും, പകല് പോലെ തന്നെ നമുക്ക് തോന്നും, ഒരു മഞ്ഞ നിറത്തിലും അതുപോലെയുള്ള നിറക്കായിരിക്കും, പക്ഷേ സൂര്യൻ ഉണ്ടാവില്ല, സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടാവും. വഗറബത്തി ശംസ്, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഫഖദ് അഫ്തറ الصائم എന്ന് പറഞ്ഞാൽ നോമ്പുകാരന് നോമ്പ് മുറിക്കാനുള്ള സമയം ആയി കഴിഞ്ഞു. പിന്നെ അവൻ സമയം ദീർഘിപ്പിക്കരുത്. പിന്നെ സൂക്ഷ്മത എന്ന് പറഞ്ഞ് 1, 2, 3 മിനിറ്റ് പാടില്ലാത്തതാണ്. അങ്ങനെ ഒരു സൂക്ഷ്മത ഇല്ല. ഇതാണ് സൂക്ഷ്മത. ഇമാമുൽ മുത്തഖീൻ, തഖ്വ പാലിക്കുന്ന ആളുകളുടെ ഇമാം, നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണെന്ത്? ആ സമയത്ത് തിരക്കൂട്ടണം. സമയമായാൽ അപ്പോൾ നോമ്പ് മുറിക്കണം. അതിനേക്കാൾ ഒരു മുത്തഖി ആവാൻ ഒരാൾ ഉദ്ദേശിച്ചാൽ അയാൾ യഥാർത്ഥത്തിൽ മുത്തഖി അല്ലാവുക, പിന്നെയോ അയാൾ അപകടത്തിലാണുള്ളത്, വലിയ അപകടത്തിലാണ് ഉള്ളത്. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിലാണ് ഖൈർ, ഇതിലാണ് ഖൈറുള്ളത്, ഇതിലാണ് നന്മയുള്ളത്, അതിൽ മാത്രമാണ് നന്മയുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അള്ളാഹു നമുക്ക് മാതൃകയായി നിശ്ചയിച്ചിട്ടുള്ളത്. അതാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊന്ന് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നുവോ ഫഖുദൂഹു, അത് നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു, അവിടുന്ന് എന്തൊക്കെ വിലക്കിയിട്ടുണ്ടോ വിരോധിച്ചിട്ടുണ്ടോ നിങ്ങൾ അവിടെ അവസാനിപ്പിക്കണം, അവിടെ നിർത്തണം. പിന്നെ നമ്മുടെ വക എന്തെങ്കിലും ന്യായം പാടില്ല. അള്ളാഹുവിനെ ഒരാൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്നെ പിൻപറ്റുക, എങ്കിൽ യുഹ്ബിബുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. അള്ളാഹുവിന്റെ ഇഷ്ടം മാത്രമല്ല വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പാലിക്കപ്പെടണം. അതാണ് നമ്മൾ പാലിക്കുന്നത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന.
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അള്ളാഹു പറഞ്ഞതാണ് സൂറത്തുൽ അഹ്സാബിൽ. ആരാണ് നിങ്ങൾ? ലിമൻ കാന യർജുല്ലാഹ് വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. ആരാണോ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് പ്രതീക്ഷിക്കുന്നത്, പരലോകം പ്രതീക്ഷിക്കുന്നത്, ധാരാളമായി അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നത്, അഥവാ യഥാർത്ഥ മുഅ്മിനീങ്ങളെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ് ഏറ്റവും ഉത്തമമായ മാതൃകയുള്ളത്. അവിടുന്ന് ഈ കാര്യമാണ് പഠിപ്പിച്ചതെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് ഏത് ശൈഖുന പറഞ്ഞാലും സ്വീകരിക്കാൻ പാടില്ല. എത്ര വലിയ ആൾ പറഞ്ഞാലും സ്വീകരിക്കാൻ പാടില്ല. അയാൾ അങ്ങനെ പറയോ, അങ്ങനെ പറഞ്ഞിട്ട് അയാൾ തെറ്റാണ്. വലിയ ആളല്ലേ, തങ്ങളല്ലേ, ഏത് തങ്ങൾ പറഞ്ഞാലും ലോകത്ത് ഏറ്റവും വലിയ തങ്ങളാണ് ഈ പറഞ്ഞത്. സമയമായാൽ നോമ്പ് കുറിക്കണം. ആ തങ്ങളെ പാരമ്പര്യമാണല്ലോ ബാക്കിയുള്ള തങ്ങന്മാര്, അങ്ങനെയാണല്ലോ. ഈ തങ്ങൾ പറഞ്ഞാണ് അനുസരിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അനുസരിക്കണം. സഹോദരങ്ങളെ, അടുത്തതായി അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഹദീസ് അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ വിസാൽ ഖാലു ഇന്നക തുവാസിലു ഖാല ഇന്നി ലസ്തു മിസ്ലകും ഇന്നി ഉത്അമ വഉസ്ഖാ വറവാഹു അബൂ ഹുറൈറ വആയിഷ വഅനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹും അജ്മഈൻ. ولمسلم عن أبي سعيد الخدري رضي الله عنه فأيكم أراد أن يواصل فليواصل إلى السحر. عبد الله بن عمر رضي الله عنهما അദ്ദേഹം റിവായത്ത് ചെയ്യുന്നു, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ വിസാൽ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ വിസാൽ വിരോധിച്ചിരിക്കുന്നു. ഖാലു, സഹാബത്ത് ചോദിച്ചു, ഇന്നക തുവാസിലു, നബിയെ അങ്ങ് വിസാൽ ചെയ്യുന്നുണ്ടല്ലോ. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലസ്തു മിസ്ലക്കും, തീർച്ചയായും ഞാൻ നിങ്ങളെപ്പോലെയല്ല. ഇന്നി ഉത്അമ വഉസ്ഖാ, തീർച്ചയായും ഞാൻ ഭക്ഷിപ്പിക്കപ്പെടുകയും കുടിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ ഹദീസ് അൽ വിസാൽ എന്നാൽ ഒരാൾ നോമ്പെടുത്തിട്ട് നോമ്പ് മുറിക്കേണ്ട സമയമായി, പക്ഷേ നോമ്പ് മുറിച്ചില്ല. അതേപോലെ തന്നെ അത് തുടർന്ന് അത്താഴത്തിന്റെ സമയമായി, അടുത്ത അത്താഴവും കഴിച്ചില്ല, വീണ്ടും നോമ്പ് തന്നെ. ഇതിനാണ് അൽ വിസാൽ എന്ന് പറയുക. ഇങ്ങനെ ഒരു പ്രക്രിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു. അത് ചിലപ്പോൾ അങ്ങനെ പോകും, 1-2 ദിവസമൊക്കെ നീണ്ടുപോകും. അതിനാണ് അൽ വിസാൽ എന്ന് പറയുക. അഥവാ ഇടവേളയില്ലാതെ ചേർത്ത് നോമ്പെടുക്കുക. ഇങ്ങനെ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു. മനസ്സിലായോ? വിസാൽ എന്ന് മനസ്സിലായോ? ഒരാൾ ഇന്ന് അത്താഴം വെച്ചു, ഇത് നോമ്പെടുത്തു, നാളെ നോമ്പ് കുറിക്കേണ്ട സമയമായി, നോമ്പ് കുറിച്ചില്ല. അടുത്ത നോമ്പിന് വേണ്ടി അത്താഴത്തിന് സമയമായി, അത്താഴവും കഴിച്ചില്ല, അപ്പോഴും നോമ്പ് കുറിച്ചില്ല. പിന്നെയും പിറ്റേ ദിവസം നോമ്പാണ്. ഇങ്ങനെ തുടർന്നു പോകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു. സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നക തുവാസിലു, നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, നമ്മളോട് വിലക്കി, ശരി, അങ്ങ് ഇതുപോലെ ചെയ്യുന്നുണ്ടല്ലോ. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലസ്തു മിസ്ലക്കും, ഞാൻ നിങ്ങളെപ്പോലെയല്ല. ഇന്നി ഉത്അമ വഉസ്ഖാ, ഞാൻ ഭക്ഷിപ്പിക്കപ്പെടുന്നു, അതുപോലെ തന്നെ കുടിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അഥവാ എനിക്ക് തിന്നാനും കുടിക്കാനും കിട്ടുന്നുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇവിടെ എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിലക്കിയത്? അള്ളാഹുവിന്റെ ദീനിൽ ശരീഅത്ത് മുഴുവനും എളുപ്പമുള്ളതാണ്. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, അള്ളാഹു നമുക്ക് നിയമമാക്കിയ നിയമങ്ങളെല്ലാം എളുപ്പമുള്ളതാണ്. നിങ്ങൾക്ക് നാം ദീനിൽ യാതൊരു പ്രയാസവും ഉണ്ടാക്കിയിട്ടില്ല. അതുപോലെ അള്ളാഹു നോമ്പുമായി ബന്ധപ്പെട്ട ആയത്തുകളിലാണ് പറഞ്ഞത്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, ഞെരുക്കം ഉദ്ദേശിക്കുന്നില്ല.
അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, പൊതുവായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു നിയമമാക്കിയിട്ടില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സംബന്ധിച്ചിടത്തോളം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് അമ്പിയാക്കൾ പൊതുവെ ഇതുപോലെയുള്ള പല കാര്യങ്ങളിലും ഏർപ്പെടാറുണ്ട്. രാത്രി നിസ്കാരം ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അവർക്ക് നിർബന്ധമായിരുന്നു എന്ന് കാണാം. അവർക്ക് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ നിർബന്ധമായിരുന്നു. ധാരാളമായി എഴുന്നേറ്റ് നിസ്കരിക്കണം, കുറേ നിസ്കരിക്കണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അമ്പിയാക്കൾക്ക് ഉണ്ടായേക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ അവിടുന്ന് ഒരു ദിവസം, അത് തുടർന്നാൽ 3 ദിവസം വരെ അങ്ങനെ പോവാറുണ്ടായിരുന്നു എന്നു കാണാം. അപ്പം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, ഈ നബിമാരുടെ പൊതുവെ ഇബാദത്തുകളോടുള്ള താല്പര്യമാണത്. അള്ളാഹുവിന് വഴിപ്പെടാനും അള്ളാഹുവിന് വേണ്ടി ഇബാദത്തുകളിൽ സദാസമയം മുഴുകാനും അവർ കാണിക്കുന്ന താല്പര്യമാണത്. പക്ഷെ ഉമ്മത്തിന്റെ കാര്യം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി, പാടില്ല എന്ന് പറഞ്ഞു. കാരണം നമുക്കത് പ്രയാസമുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അത് ചെയ്യുന്നുണ്ടല്ലോ എന്ന് സഹാബത്ത് ചോദിച്ചപ്പോൾ അവിടുന്ന് ഇന്നി ലസ്തു മിസ്ലക്കും എന്ന് പറഞ്ഞു. അത് നിങ്ങളെ പോലെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സാധാരണ ഒരാളെ പോലെയല്ല നബിമാർക്ക് നൽകുന്ന കാര്യങ്ങൾ. അവർക്ക് പ്രത്യേകതയുണ്ട്. അള്ളാഹുവിന്റെ വഹി ലഭിക്കുന്ന അങ്ങനെയുള്ള ആളുകളാണ് അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഉത്അമ വ ഉസ്ഖാ. അവിടെ ആരാണ് ഭക്ഷണം നൽകുന്നത്, വെള്ളം നൽകുന്നത് എന്ന് പറഞ്ഞില്ല. മജ്ഹൂലായ സീഗയാണ് അവിടെ ഉപയോഗിച്ചത്. മജ്ഹൂലായിട്ടാണ് അവിടെ പ്രയോഗിച്ചത്. അത്അമനില്ലാഹു വ അസ്ഖാ എന്ന് പറഞ്ഞില്ല, മറിച്ച് ഉത്അമ വ ഉസ്ഖാ, നൽകപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. ഭക്ഷിപ്പിക്കപ്പെടുന്നു, കുടിപ്പിക്കപ്പെടുന്നു. അഥവാ അള്ളാഹു എനിക്ക് ഭക്ഷണവും വെള്ളവും നൽകുന്നുണ്ട് എന്നാണ് ആ പറഞ്ഞത്. പണ്ഡിതന്മാർ പറഞ്ഞു, ഇവിടെ ഈ ഹദീസ് ഹറാം എന്നാണോ, ഒരാളിങ്ങനെ ചെയ്താൽ അത് ഹറാമാവുമോ? ചില പണ്ഡിതന്മാർ അങ്ങനെ ഒരാൾ ചെയ്താൽ ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിലക്ക് ഹറാമിന്റെ ആ ഒരു പദവിയിൽ വരുന്ന വിലക്കാണോ, അതല്ല കേവലം കറാഹത്താണോ, വെറുക്കപ്പെട്ടതാണ് എന്ന അർത്ഥത്തിലാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വിലക്കിയത് എന്ന കാര്യത്തിൽ ചർച്ചയുണ്ട്. ചില പണ്ഡിതന്മാർ ഇത് ഹറാമായ വിലക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാളിങ്ങനെ ചെയ്താൽ അയാൾ ഹറാമു ചെയ്തു. വേറെ ചില പണ്ഡിതന്മാർ അത് കറാഹത്താണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും പണ്ഡിതന്മാർക്കിടയിൽ ഇതിൽ രണ്ടാമത് ഞാൻ വായിച്ച ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അവർ ചില അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് വായിക്കാം. ഇതുമായി ബന്ധപ്പെട്ട സമാനമായ മറ്റൊരു ഹദീസ് താഴെ കാണാം. വലി മുസ്ലിമിൻ, ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ അദ്ദേഹം ഉദ്ധരിച്ചു, അൻ അബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅയ്യുകും അറാദ അൻ യുവാസില, ആരെങ്കിലും ഇതുപോലെ വിസാൽ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫൽയുവാസിൽ ഇല സഹർ, അയാൾ അത്താഴം വരെ വിസാൽ ചെയ്തു കൊള്ളട്ടെ. അയാൾ നോമ്പെടുത്തു, നോമ്പ് മുറിക്കേണ്ട സമയമായി, നോമ്പ് മുറിച്ചില്ല, അത്താഴത്തിന്റെ സമയമായി, ആ സമയത്ത് അയാൾ നോമ്പ് മുറിക്കണം. ഒരാൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇതുവരെ ചെയ്തു കൊള്ളട്ടെ, അതിന്റെ അപ്പുറത്തേക്ക് പോകരുത് എന്നാണ് രണ്ടാമത്തെ റിവായത്ത്. ഈ റിവായത്തുകളുടെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇത് ഒരാൾക്ക് പ്രയാസം ഉണ്ടായിരിക്കെ അത് സഹിച്ചുകൊണ്ട് ഒരാൾ വിസാൽ ചെയ്യുകയാണെങ്കിൽ അത് ഹറാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹ എന്ന് പറഞ്ഞ ആ വിരോധം, വിലക്ക്, അത് ഹറാമിന്റെ വിലക്കാണ്. ഇനി ഒരാൾക്ക് പ്രയാസമൊന്നുമില്ല, അയാൾക്ക് ഇങ്ങനെ ചെയ്യാൻ ഒരു പ്രശ്നവുമില്ല എങ്കിൽ അത് മക്രൂഹാണ്, അത് കറാഹത്താണ് എന്നാണ് ആ ഹദീസിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. രണ്ടഭിപ്രായങ്ങൾ ആ വിഷയത്തിലുണ്ട്. ഹറാമാണെന്ന് പാടില്ല എന്നുണ്ട്, ഇനി ഒരാൾ ചെയ്യുകയാണെങ്കിൽ അത് കറാഹത്താണ് എന്നും
വന്നിട്ടുണ്ട്. അതിൽ പണ്ഡിതന്മാർ പൊതുവെ 3 അഭിപ്രായത്തിലായി എന്നും നമുക്ക് കാണാം. ഒരു വിഭാഗം പറഞ്ഞു ജായിസാണ്, ഒരു വിഭാഗം പറഞ്ഞു കറാഹത്താണ്, ഒരു വിഭാഗം പറഞ്ഞു ഹറാമാണ്. ഇപ്പൊ ജായിസാണ് എന്ന് പറഞ്ഞ സഹാബികളിൽ തന്നെ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം അങ്ങനെ പറഞ്ഞ ആളാണ്. അതുപോലെ തന്നെ മുൻഗാമികളിൽപ്പെട്ട പലരും ഒരാൾക്ക് ഖുദ്റത്തുണ്ടെങ്കിൽ, ഒരാൾക്ക് കഴിയും എങ്കിൽ ഒരാൾ വിസാൽ ചെയ്തു കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരാൾക്ക് ഇത് തീരെ പാടില്ല, ഹറാമാണ് എന്ന് പറഞ്ഞവർ അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ശാഫിഈ റഹിമഹുമുല്ലാഹ്, അൽ അഇമ്മത്തു സലാസ, ഈ 3 ഇമാമിങ്ങളും ഹറാമാണെന്ന് പറഞ്ഞു. കാരണം നഹ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വേറെ കറാഹത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരിൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ അതുപോലെയുള്ള പണ്ഡിതന്മാരെ നമുക്ക് കാണാം. എന്നാൽ രണ്ടാമത്തെ ഹദീസ് പ്രകാരം അത്താഴം വരെ ജായിസാണ്, ഒരാൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാം, അത് ജായിസാണ്. എങ്കിലും അതും ഒരാൾക്ക് ഉപേക്ഷിക്കലാണ് അഫ്ളൽ, അതും ഒരാൾക്ക് ഉപേക്ഷിക്കലാണ് വേണ്ടത്. സമയം കൃത്യമായി പാലിച്ച് അത്താഴം കഴിച്ച് നോമ്പ് മുറിക്കേണ്ട സമയത്ത് നോമ്പ് മുറിക്കലാണ് ഏറ്റവും നല്ലത്. നേരത്തെ നമ്മൾ തഖീറു സുഹൂറും തഅജീലുൽ ഫിത്റൊക്കെ വായിച്ചല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു ഒരാൾക്ക് വിസാല് ചെയ്യൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കും. വിസാല് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ തന്നെ സഹർ വരെ പോയിക്കൊള്ളട്ടെ, അത് ജായിസാണ്, അതിന്റെ അപ്പുറത്തേക്ക് ഒരാൾ പോകരുത്. ഇനി ഇതൊക്കെ ഒഴിവാക്കലാണ് നല്ലത്. ഇതാണ് ആ ഹദീസുകളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. വല്ലാഹു തആല അഅലം. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ദർസിൽ അടുത്ത അധ്യായമാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്, നമുക്ക് വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.